MLA എത്തുമോ ഇല്ലയോ? ഔദ്യോഗികമായിട്ട് അറിവൊന്നും ലഭിച്ചിട്ടില്ല. MLAയുടെ അടുത്ത ആളാണ്. നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ MLA എത്തണമെന്ന് ഒരു കോൺഗ്രസ് പ്രവർത്തനം എന്ന ആഗ്രഹമുണ്ടോ? ഒരു പൗരൻ്റെ അവകാശമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് വരാം, നിയമ തടസ്സങ്ങളൊന്നുമില്ല, കേസ് കോടതിയുടെ പരിഗണനയിലാണ്, അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വന്നാൽ എനിക്കൊരു വോട്ട് കിട്ടും, സന്തോഷം തന്നെ. നല്ലൊരു വോട്ട് കിട്ടും, സന്തോഷമാണ്. സന്തോഷം. ഇപ്പോൾ ഈ MLA മാത്രമല്ല, നിരവധി ആളുകൾ ഇനിയും വോട്ട് ചെയ്യാൻ എത്താനുണ്ട്. നിങ്ങളുടെ ബൂത്തിൽ വളരെ കുറവാണ്. അതിൽ ഒരു സാങ്കേതികത്വം പറയാനുള്ളത്, ഈ വോട്ടർ പട്ടികയിൽ ഒരു ക്രമക്കേട് പറയണത് ഒരു ക്രമക്കേടല്ല. ഇപ്പോൾ നമ്മൾ SIR നടക്കണ പോലെ തന്നെ ഈ വോട്ടർ പട്ടികയിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നടക്കുന്ന വോട്ടർ പട്ടികയിൽ മാത്രം മരിച്ച ആളുകളെ ഒഴിവാക്കാൻ സർക്കാർ തലത്തിലൊന്നും ചെയ്തിട്ടില്ല. പാർട്ടിക്കാർ ചെയ്താലായി. അതുപോലെ ഔട്ട് സ്റ്റേഷനിൽ ഒരുപാട് വോട്ടുകളുണ്ട്. ഇതിനെ അവർക്ക് 2 ഇരട്ട വോട്ടുമായിട്ടുണ്ട്. ഇപ്പോൾ അത് തെറ്റല്ല. അവർ അവിടെ പോയപ്പോൾ തൊട്ട വാർഡിൽ പോയാൽ പഞ്ചായത്തിൽ പോയി അവർക്ക് അവിടെ വോട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് പേര് എത്താത്തത് കൊണ്ട് നമുക്ക് വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടുള്ളമാതിരി കാണുകയാണ് തോന്നുന്നു. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ പ്രതിരോധിക്കുമോ? അങ്ങനെ ഒരാൾ വോട്ട് ചെയ്യാൻ വരുമ്പോൾ പ്രതിഷേധം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതൊരു മനുഷ്യൻ്റെ അവകാശമല്ലേ, അതിനെപ്പോൾ പ്രതിരോധിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാലക്കാട്ടെ കന്നി വോട്ടാണ്. അത് തന്നെ അദ്ദേഹം ചെയ്യുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അദ്ദേഹം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലാണ് പാലക്കാട് വന്നത്. പിന്നീട് ഇവിടെ ഫ്ലാറ്റ് എടുത്ത് സ്ഥിര താമസമാക്കി. അതിനുശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ്. അതിൽ അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തുമോ എന്നറിയില്ല.